ജാസ്മിൻ ജാഫറെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ജാസ്മിൻ. പക്ഷേ ജാസ്മിന് പുറത്ത് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി പ്രണയവുമായിരുന്നു. എന്നിട്ടാണ് ബിഗ് ബോസിനകത്ത് പോയി ഗബ്രിയുമായി സുഹൃത്തായതിനു ശേഷമാണ് അഫ്സലിനെ തള്ളി പറഞ്ഞത്. എന്തിന് ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എയർപോർട്ട് വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതും എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്രയാക്കിയതും അഫ്സലായിരുന്നു. മാത്രമല്ല ഗബ്രിയുമായി തനിക്കുള്ളത് പ്രണയമാണോ അതോ സൗഹൃദമാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുകൂടി ജാസ്മിൻ പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്നും അഫ്സലും പിന്മാറി. ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാക്കണമെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജാസ്മിൻ ഉള്ളത് എന്നാണ് അന്ന് അഫ്സൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഇപ്പോഴിതാ അഫ്സൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. താൻ വിവാഹിതനാവാൻ പോകുന്ന സന്തോഷ വിവരമാണ് അഫ്സൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. ഒരുപാട് തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം അത് സംഭവിക്കുകയാണ് എന്ന് മോതിരത്തിന്റെ ഇമോജിക്കൊപ്പം അഫ്സൽ കുറിച്ചിരുന്നു. ഒപ്പം ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ഒരു ചിത്രവും പങ്കുവച്ചു. അഫ്സലിന്റെ പോസ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് പേരാണ് ജാസ്മിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ജാസ്മിന് അഫ്സലിനെ പോലെ നല്ലൊരു പയ്യനെ ലഭിച്ചുമില്ല, ഗബ്രിയെ പോലെ ഒരുത്തനെ കിട്ടിയുമില്ല. ഗബ്രിയെ വിവാഹം കഴിക്കാനും പ്രണയിക്കാനും ഒക്കെ ജാസ്മിൻ അവിടെ കാണിച്ച നാടകം മലയാളികൾ എല്ലാവരും കണ്ടതാണ്. ഇന്ന് അഫ്സൽ പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് കടന്ന് സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുകയാണ്. എന്നാൽ ജാസ്മിൻ ആവട്ടെ ബിഗ് ബോസ് ജയിച്ചതുമില്ല, ഗബ്രിയെ കിട്ടിയതുമില്ല, അഫ്സലിനെ വിവാഹം കഴിക്കാൻ സാധിച്ചതുമില്ല എന്നിങ്ങനെ നീളുകയാണ് ജാസ്മിനെതിരെയുള്ള കമന്റുകൾ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.